السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസീൽ അസീസ് 27 ജൂൺ 2025 നടത്തിയ ജുമാ ഖുതുബയാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. ഉത്തമമായത് തിരഞ്ഞെടുക്കുക. മനുഷ്യരെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. മുന്നോട്ട് കുതിക്കുവാനുള്ള ഇച്ഛ അവനിൽ സദാ നിലനിൽക്കുന്നു. പുരോഗതി ആർജിച്ചുകൊണ്ട് സാമൂഹ്യ സേവന രംഗത്ത് ഉന്നതങ്ങളിലേക്ക് ഉയരാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇഹലോക സാധന സാമഗ്രികളാകുന്ന ധനം നേടുന്നതിന് അവൻ അതിയായി ആഗ്രഹിക്കുന്നു. ധാരാളം ഉണ്ടെങ്കിലും അഥവാ ആവശ്യത്തിന് ഉണ്ടെങ്കിലും, ഇനി അഥവാ ദാരിദ്ര്യത്തിലാണെങ്കിലും അവരെല്ലാം എപ്പോഴും കൂടുതൽ നേടുവാനായി ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി പ്രയാസമില്ലാത്തവർ ഗോവണിയുടെ ഉയരത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ മധ്യവർഗമാണെങ്കിലും അവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് കൂടുതൽ നേടുവാനാണ്. അവരുടെ അഭിലാഷം ലക്ഷാധിപതികളായി തീരുക എന്നതാണ്, അഥവാ കോടീശ്വരന്മാരായി തീരുക എന്നതാണ്. ദാരിദ്ര്യത്താൽ പ്രയാസപ്പെടുന്നവരുടെ സ്വപ്നം സുഖപ്രദമായ ഒരു വീട്, അതിനുള്ള വീട്ടു സാധന സാമഗ്രികൾ, ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ധനസമൃദ്ധി, അതോടൊപ്പം അവരുടെ അടുത്ത കുടുംബത്തിനും അന്തസ്സായി കഴിയുവാനുള്ള ആസ്തി ഉണ്ടാകുക എന്നതാണ്. മധ്യവർത്തികളായ ആളുകളും ആഗ്രഹിക്കുന്നത് ഒരു നല്ല ജീവിതം ഉണ്ടാകുവാനാണ്. വിശിഷ്യ ഭാവി ജീവിതം ഭാസുരമായി തീരുന്നതിന് ഉള്ള ഈ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് തന്നെ. അതുകൊണ്ട് അവർ ഇപ്പോഴത്തെ അവസ്ഥ ശരിയാക്കുക എന്നതിനപ്പുറം ഭാവി ജീവിതത്തെയും ധന്യമാക്കി തീർക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. നന്നായി തീരുക, പുരോഗതി പ്രാപിക്കുക എന്ന ഈ ഇച്ഛ, അതിനാൽ തന്നെ അത് ആക്ഷേപാർഹമായ കാര്യമൊന്നുമല്ല. അത് അശേഷം ആക്ഷേപാർഹമായ കാര്യമല്ല. പ്രതീക്ഷയിലും നമ്മുടെ ഭാവി വഴി നിർമ്മിക്കുവാനുമുള്ള കഴിവും നൽകിയാണ് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ അന്ധമാകുകയാണെങ്കിൽ അവിടെ അപകടം പതിയിരിക്കുന്നു. ഒരു അതിയായ ആഗ്രഹം ഉൾപ്രേരണയാൽ ഒരു വ്യക്തി വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ
ഭൗതിക സാധനങ്ങൾക്ക് വേണ്ടി അതിനായി അവനാൽ കഴിയുന്ന എല്ലാ ത്യാഗങ്ങളും സഹിക്കേണ്ടി വരുന്നു. അവൻ്റെ സാമൂഹ്യവും സാമ്പത്തികവുമായ പദവി ഉയർത്തുന്നതിനായി അത് അവൻ്റെ ആത്മീയത നഷ്ടപ്പെടുത്തിക്കൊണ്ടായാലും ശരി, അവൻ അതിനായി അവൻ്റെ സൃഷ്ടാവുമായുള്ള ബന്ധം മുറിച്ചുകൊണ്ടാണെങ്കിലും ശരി, അത്തരം ഭൗതിക ധനം ആർജിക്കുന്നതിനായി അവൻ പരിശ്രമിക്കുന്നു. ഈ നിലയിൽ അവൻ അന്ധനായി കഴിയുമ്പോൾ അവൻ്റെ ആത്മീയ കടമ മറന്നുപോകുന്നു, ബോധം നഷ്ടമാകുന്നു, വരുംകാല ജീവിതത്തെ മനസ്സിലാക്കുവാനുള്ള കഴിവ് നഷ്ടമാകുന്നു. അതായത് മരണാനന്തര ജീവിതത്തെപ്പറ്റി. ഈ ലോക ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമായ പാരത്രിക ലോക ജീവിതത്തെ അവൻ വിസ്മൃതിയിൽ തള്ളിവിടുന്നു. വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന അതിസൂക്ഷ്മമായ കാര്യം ഇതുതന്നെയാണ്. അല്ലാഹു തആല പറയുന്നു, അന്യോന്യം പെരുപ്പം കാണിക്കൽ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. സ്വത്ത്, വീട്, പണം, ജീവിത വിഭവങ്ങൾ നിങ്ങൾ കബറിടങ്ങൾ സന്ദർശിക്കുന്നതുവരെ. ഈ വചനങ്ങൾ മനുഷ്യൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി വിവരിക്കുന്നു. ജനങ്ങൾ ഭ്രാന്തമയമായ ഓട്ടത്തിൽ നിരന്തരം വ്യാപൃതരായിരിക്കുമ്പോൾ, ഭൗതികധനം കുന്നുകൂടുന്നതിനുള്ള നിരന്തര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, അനിവാര്യമായും നേരിടേണ്ടി വരുന്ന മരണാവസ്ഥയെ അവർ മറന്നുപോകുന്നു. അവരുടെ കുഴിമാടങ്ങളിൽ അവർ ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ ധനമോ അവരുടെ പദവിയോ അവരുടെ കുടുംബങ്ങളോ പോലും അവരെ പിന്തുടരുകയില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. എന്നാൽ ചില രക്ഷിതാക്കൾക്ക് സ്വാത്വികരായ സന്താനങ്ങൾ ഉണ്ടെങ്കിൽ, രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്താൽ അത് പ്രയോജനകരമാകും. അല്ലെങ്കിൽ രക്ഷിതാക്കൾ അവർ സ്വയം പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധനം അവരുടെ സന്താനങ്ങൾക്കായി ചെലവഴിച്ചാൽ അത് പ്രയോജനം ചെയ്യും. അങ്ങനെ ആയാൽ പാരത്രിക ലോകത്ത് അവർ അതിൻ്റെ പ്രതിഫലം നേടുന്നതാണ്. എന്നാൽ കൂടുതൽ സമയവും ജനങ്ങൾ അല്ലാഹുവിനെ മറന്നുപോകുന്നു. അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒരു കണക്ക് അവർ ബോധിപ്പിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം അവർ വിസ്മരിച്ചു പോകുന്നു. അവരുടെ ഭൂമിയിലെ ജീവിതം അവരെ കണ്ണഞ്ചിപ്പിച്ചിരിക്കുന്നു. അതിനാൽ അവർ അല്ലാഹുവിനെ മറന്നുപോയി. അവനോടുള്ള അവരുടെ ഉത്തരവാദിത്വവും അവർ മറന്നുപോയി. അങ്ങനെ അല്ലാഹു ജനങ്ങളുടെ തെറ്റായ വഴികളെക്കുറിച്ച് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ, ആത്മീയതയെ അവർ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇഹലോക സാധന സാമഗ്രികൾ തേടിയുള്ള അവരുടെ പരക്കം പാച്ചിലിൽ മരണത്തെ അവർ മറന്നിരിക്കുന്നു. അവരുടെ തെറ്റുകൾ തിരുത്തി നന്നാകുവാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് അല്ലാഹു അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ജീവിതത്തിൽ യഥാർത്ഥ മുൻഗണന കൊടുക്കേണ്ട കാര്യത്തെ സംബന്ധിച്ച് ഒരു പുനരാലോചന നടത്തുവാൻ ആവശ്യപ്പെടുകയാണ്. ഈ ഭൗതിക ലോകം ഒരു രീതിയിലും അവൻ്റെ ആത്മീയ ഉത്തരവാദിത്വ നിർവഹണത്തെ ബാധിക്കരുത്. സർവോപരി മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യം അവൻ വിസ്മരിക്കരുത്. അതിനുവേണ്ടി നിശ്ചയമായും അവൻ തയ്യാറാകേണ്ടതാണ്. അത് തീർച്ചയായും അനന്തമായ ഒരു ജീവിതമാണ്. അത് നിലനിർത്തുവാൻ അല്ലാഹു ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഒരുവൻ്റെ ആത്മാവ് അത് ജീവനുള്ള അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നതാണ്. അത് അതിൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിയുന്നു.
അത് അവനെ മാത്രം എന്നെന്നും ആരാധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു തആല ഇത് പറയുമ്പോൾ ഇഹലോകത്തിലെ അനുഗ്രഹങ്ങളെ ജനങ്ങൾ പാടെ നിരസിക്കുക എന്നതിനർത്ഥമില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു തആല അവൻ തന്നെ നമ്മെ താഴെ പറയുന്ന ദുആ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ നല്ലതിനെ നൽകണമേ, പരലോകത്തും നീ ഞങ്ങൾക്ക് നല്ലതിനെ നൽകണമേ. നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഇവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം, ജനങ്ങൾ അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇഹലോകത്ത് കഴിയേണ്ടതാണ്. അവർ ഇവിടെ സൗമ്യതയോടെ കഴിഞ്ഞുകൂടേണ്ടതാണ്. അമിതത്വം കാണിക്കരുത്, അഥവാ വ്യർത്ഥമായ കാര്യത്തിൽ വ്യാപരിക്കരുത്. നമ്മുടെ പ്രിയ പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പൂർണനായ ഒരു വഴികാട്ടിയായിരുന്നു. മാനവലോകത്തോട് അനുകമ്പാ സമീപനമാണ് നടത്തിയത്. അദ്ദേഹം തൻ്റെ അനുചരന്മാരെ നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു, നിരർത്ഥകമായ താൽക്കാലിക ഇഹലോക സാധനങ്ങളിൽ നിങ്ങൾ അതിയായി കെട്ടിപ്പിണഞ്ഞ് കിടക്കരുത് എന്ന്. ഈ കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ക്ഷണികമായ ഈ ഇഹലോക സാധന സാമഗ്രികളിൽ നിങ്ങൾ പിടിച്ചു തൂങ്ങി കിടക്കരുത് എന്ന് അദ്ദേഹം പകർന്നു നൽകിയ യഥാർത്ഥ അധ്യാപനം, യഥാർത്ഥ ധനം ആത്മാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം നല്ല പ്രവർത്തനങ്ങളിലുമാണ് അത് കുടികൊള്ളുന്നത്. വിശുദ്ധ ഖുർആനും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകുന്ന ഈ അധ്യാപനങ്ങൾ മനുഷ്യരെന്ന നിലയിൽ നാം സദാസമയവും ഓർത്തിരിക്കേണ്ടതും നമ്മുടെ ജീവിതത്തെ അവൻ്റെ തൃപ്തിയിൽ കൊണ്ടെത്തിക്കുന്നതിനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.